we can discuss about immunity. It's an important topic from Unit 3 of Pharmaceutical Biotechnology, 6th semester B-Pharm. ഇതിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്താണ് എന്നുള്ളത് ഡെഫിനിഷൻ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ ഇമ്മ്യൂണിറ്റി നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളൊരു ടേമാണ്. വി ക്യാൻ ഡിഫൈൻ ഇമ്മ്യൂണിറ്റി ആസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇമ്മ്യൂൺ ഓർ പ്രൊട്ടക്റ്റഡ് ഫ്രം ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ്. നമ്മളെ ബോഡിയിലോട്ട് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് വരുന്ന സമയത്ത് നമ്മളെ ബോഡി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലും ആവാം. ഓക്കെ, അതിന് ജനറൽ ആയിട്ട് പറയുന്ന ഒരു ടേമാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അനദർ ഡെഫിനിഷൻ ഈസ് എബിലിറ്റി ഓഫ് എ ബോഡി ടു പ്രൊട്ടക്റ്റ് against all the type of foreign bodies like bacteria, virus, toxic substances which enter into the body. Traditionally, we can refer immunity as the resistance exhibited by the host towards injury caused by microorganism and their products. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. നമ്മളെ ബോഡിയിലില്ലാത്ത ഒരു സാധനം നമ്മളെ ബോഡിയിലോട്ട് വരുന്ന സമയത്ത് അതിനെതിരെ നമ്മളെ ബോഡി നടത്തുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇമ്മ്യൂൺ എന്ന് പറയുന്ന കണ്ടീഷനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ പ്രൊട്ടക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന റെസ്പോൺസിനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി നമുക്ക് എങ്ങനെ തരുന്നു എന്നുള്ളതിൽ നമ്മളുടെ ബോഡി വരുന്ന ഒരു ഫോറിൻ ബോഡി, ഒരു ആൻറ്റിജനെതിരെ നമ്മളെ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് whereby human body give rise to certain specifically reactive protein which is known as antibodies and adequate cells in response to great number of foreign organic molecules and macromolecular variants. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ ബോഡിയിലില്ലാത്ത പുറത്തുനിന്ന് ഒരു ഫോറിൻ ആയിട്ട് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ആ ആൻറ്റിജൻ വരുന്ന സമയത്ത് ആ ആൻറ്റിജനോട് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ആണ്. വരുന്ന ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ട് ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്ന റിയാക്റ്റീവ് പ്രോട്ടീൻസുകളാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോഡിയിൽ നോൺ സ്പെസിഫിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസുകളും അല്ലെങ്കിൽ കുറച്ച് സെൽസുകളും കൂടിയുണ്ട്. അതാണ് സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇമ്മ്യൂണിറ്റിൻ്റെ അകത്ത് ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ ഇമ്മ്യൂണിറ്റിനെ നമുക്ക് രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് വേറെ 2-3 ടേംസുകളും കൂടി പറയുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ദെൻ നാറ്റീവ് ഇമ്മ്യൂണിറ്റി ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി ഓർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ. ഇമ്മ്യൂണിറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നാച്ചുറൽ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇന്നേറ്റ്, ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നാറ്റീവ് ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി. ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മളെ ബോഡിയിൽ കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഐദർ നോൺ സ്പെസിഫിക് ഓർ സ്പെസിഫിക്. സ്പെസിഫിക് ആയാലും നോൺ സ്പെസിഫിക് ആയാലും ആ ഇമ്മ്യൂണിറ്റി സ്പീഷീസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം, റേഷ്യലിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം, ഈവൺ ഒരേ സ്പീഷീസിൽ, ഒരേ റേഷ്യൽസിൽ, ഒരേ ഇൻഡിവിജ്വൽസിൽ അല്ലെങ്കിൽ 2 ഇൻഡിവിജ്വൽസിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കാം.
Okay, so that is the first classification of immunity, natural or constitutional immunity. ഓരോന്നും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ടാമത്തെ ടൈപ്പാണ് അക്വയർ ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഒന്ന് നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടിയ ഇമ്മ്യൂണിറ്റിയാണ്. രണ്ടാമത് നമ്മൾ ഒരു ഹ്യൂമൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ അക്വയർ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് അതിൽ അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മേ ബി ഓഫ് ടു ടൈപ്പ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. Okay, now active immunity is again divided into naturally acquired active immunity and artificially acquired active immunity. Passive immunity is also divided into naturally acquired passive immunity and artificially acquired passive immunity. Okay, ഇനി ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. ഒരു പാരൻസിന് എന്തൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ടോ അത് ജീനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ജീന് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ഈ ഇമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഇൻഡ്യൂസ്ഡ് ബൈ പ്രിയർ കോണ്ടാക്ട്സ്. ഒരു മുന്നേ ഏതെങ്കിലും ഒരു ആൻറ്റിജൻ കൊണ്ട് ആ ന്യൂ ബോണിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡ്യൂസ് ചെയ്തത് കൊണ്ടോ പ്രിയർ കോണ്ടാക്ട് ഓഫ് എനി മൈക്രോ ഓർഗാനിസം ഓർ എനി വാക്സിനേഷൻ അതുകൊണ്ടൊന്നും ഈ ഒരു ഇമ്മ്യൂണിറ്റിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതിനെ ഇനി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിർത്താനേ പറ്റുള്ളൂ. ഇറ്റ് മേ ബി ഐദർ സ്പെസിഫിക് ഓർ നോൺ സ്പെസിഫിക് ആൻഡ് it can be considered in three levels: specific immunity, racial immunity and individual immunity. Species immunity എന്ന് പറയുന്നത് ഒരു ഡിസീസസിനെതിരെ, ഒരേ സിംഗിൾ മൈക്രോ ഓർഗാനിസത്തിനെതിരെ സ്പീഷീസിൽ ചിലപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവാം. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ മനുഷ്യന്മാർ പ്ലാഗ് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ സസെപ്റ്റബിൾ ആണ്. അതായത് ഈസി ആയിട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. പ്ലാഗ് എന്ന് പറയുന്ന ഡിസീസ് കൊണ്ട് മാനിന് ഈസിലി അക്സെപ്റ്റബിൾ ആണ്. വേറൊരു സ്പീഷീസ് ആയിട്ടുള്ള ഫൗൾസ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ അറ്റാക്ക് വരില്ല. അതുപോലെ തന്നെ ആന്ത്രാക്സ് ബാസില്ലസിൻ്റെ കേസിൽ ആന്ത്രാക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ ബേർഡ്സിൽ റെസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനോട് ഇമ്മ്യൂണിറ്റി ഉള്ളതാണ്. ആ ബേർഡ്സിലുള്ള ഹൈ ബോഡി ടെമ്പറേച്ചർ കാരണം അതിന് ആ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ആന്ത്രാക്സ് എന്ന് പറയുന്ന ആന്ത്രാക്സ് ബാസില്ലസിന് എന്ന് പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിനെതിരെ റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഹ്യൂമന് ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഇമ്മ്യൂണിറ്റി ഇല്ല. സോ ദാറ്റ് ഈസ് ദ സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. നൗ കമ്മിങ് ടു ദ റേഷ്യൽ ഇമ്മ്യൂണിറ്റി. ഇനിയിപ്പോൾ ഒരേ സ്പീഷ്യസിൽ തന്നെ ഡിഫറെൻറ്റ് റേഷ്യൽ ആയിട്ടുള്ള പേഴ്സൺസിൽ, ഡിഫറെൻറ്റ് റേഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമ്മ്യൂണിറ്റി ആയിരിക്കും ഒരേ കണ്ടീഷൻസിന്. ഫോർ എക്സാമ്പിൾ ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ എന്ന് പറയുന്ന ഓർഗാനിസത്തിനോട് യൂറോപ്യൻസ് മോർ റെസിസ്റ്റൻസ് ആണ്. അമേരിക്കൻ ആൻഡ് ഇന്ത്യൻസ് കുറച്ചും കൂടി സസെപ്റ്റബിൾ ആണ്. അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകളുണ്ട്. യൂറോപ്യൻസ് കുറച്ചും കൂടി റെസിസ്റ്റൻ്റ് ആണ്. അതൊക്കെ അവരുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്, ജനറ്റിക്കലായിട്ട് കിട്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റിയാണ്. അതുപോലെ മലേറിയ ആൻഡ് യെല്ലോ ഫീവർ, ആഫ്രിക്കൻ വിൽ എക്സിബിറ്റ് ഹൈ റെസിസ്റ്റൻസ് ടുവാർഡ്സ് ദ ട്രോപ്പിക്കൽ ഡിസീസസ് ലൈക്ക് മലേറിയ ആൻഡ് യെല്ലോ ഫീവർ. അതൊക്കെ ആ ഒരു റേഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. നൗ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. ഇനിയിപ്പോൾ ഒരേ സ്പീഷ്യസിൽ ഒരേ റേഷ്യസിൽ നമ്മളെടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയുള്ള ഇൻഡിവിജ്വൽസിലും ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഡിഫറെൻ്റ് ആയിരിക്കാം. ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് അവരുടെ ചില ആൾക്കാർ, നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ഭയങ്കര തൊലിക്കെട്ടിയാണെന്ന് പറയാറുണ്ട്. ആ ഒരു സെൻസിലല്ലെങ്കിലും നമ്മൾ പറയാറുള്ളത് ചില സമയത്ത് കോൾഡ് അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസിലൊക്കെ ചില ആൾക്കാരുടെ സ്കിന്നിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതും അതേ സ്ഥലത്ത് ജീവിക്കുന്ന അതേ സ്പീഷീസിലുള്ള ചിലപ്പോൾ ഈവൻ ഒരേ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും വേറൊരാൾക്ക് ആ സ്കിന്നിൽ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസുകളൊക്കെ വരാനുള്ള ചാൻസുകളൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അതിനുള്ള റീസൺസുകൾ പലതായിരിക്കാം. നാച്ചുറൽ ഇൻബിൽറ്റ് റെസിസ്റ്റൻസ് ഫാക്ടർ ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡാപ്റ്റീവ് റെസിസ്റ്റൻസ് ഫാക്ടർ ഉണ്ടായതുകൊണ്ടായിരിക്കാം, ഏജ് ഫാക്ടർ, ഏജ്ഡ് പീപ്പിൾ
ആ രണ്ട് എൻഡിലുള്ള ആൾക്ക് പീഡിയാട്രിക് ആയിട്ടുള്ള ജെറിയാട്രിക് ആയിട്ടുള്ള പേഷ്യൻസിൽ ലോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. ജനറ്റിക് ഫാക്ടർ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡ്യൂ ടു ദ ജനറ്റിക് എഫക്ട്സ്, മാൽന്യൂട്രീഷൻ, പേഴ്സണൽ ഹൈജീൻ, നാച്ചർ ഓഫ് വർക്ക് എൻവിറോൺമെൻറ്റ്, ഇൻസിഡൻസ് ഓഫ് കോണ്ടാക്ട്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ ഇമ്മ്യൂണിറ്റിയിൽ ഡിഫറൻസ് വരാനുള്ള ചാൻസസുകളുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തേതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി വിച്ച് ആർ ആഡഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം, വിച്ച് ഈസ് റെഫേർഡ് ആസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ആൻ അനിമൽ inherently developed or acquired against a certain type of microorganism or foreign substance in his lifetime. അവരുടെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്തിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്, ഇന്നേറ്റ് ആയിട്ടുള്ളതല്ല. ആള് ജനിച്ചതിന് ശേഷം ഒരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടൊക്കെ ബോഡി ആർജിച്ചെടുക്കുന്ന, ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 4 characteristics ഫോർ അക്വയർഡ് ഇമ്മ്യൂണിറ്റി: സ്പെസിഫിസിറ്റി, ഡൈവേഴ്സിറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് മെമ്മറി. സ്പെസിഫിസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, വരുന്ന ആൻറ്റിജനെതിരെ സ്പെസിഫിക് ആയിട്ട് അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി, the capacity to recognize vast variety of foreign antigen. Discrimination, sometimes even close റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് പോലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടക്കുന്ന സമയത്ത് ഈ റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റിയുടെ കപ്പാസിറ്റിയാണ്. ആളുടെ ബോഡിയിൽ ഇല്ലാത്ത ഒരു പാർട്ട് പുതിയ വേറൊരാളുടെ ബോഡിയിൽ നിന്ന് എടുത്ത് ആളുടെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ്. ഈവൺ ഇറ്റ് മേ ബി ഹാർട്ട് ഓർ ലിവർ, എന്തും ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, എന്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും ഹ്യൂമൻ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു സെൽഫാണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂല. കാരണം ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് പ്ലൂറിപൊട്ടൻ്റ് എന്ന് പറയുന്ന ഹീമോപോയിറ്റിക് സെൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലൂറിപൊട്ടൻ്റ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൽ എന്തൊക്കെ സെല്ലുകളുണ്ടോ അതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സെല്ലുകളൊക്കെയാണ് അതിനെ സെൽഫായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതല്ലാത്തതൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സെല്ലായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഡിസ്ക്രിമിനേഷൻ. നൗ ഫോർത്ത് വൺ ഈസ് മെമ്മറി. ഇപ്പോൾ ഇമ്മ്യൂണിറ്റിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്, ഒരിക്കലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ആ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആദ്യം വന്ന ഇൻഫെക്ഷൻ്റെ അത്ര ഡിഫിക്കൽട്ടി ഉണ്ടാവാതെ പെട്ടെന്ന് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെമ്മറി അതിലുണ്ടായതുകൊണ്ടാണ്. ഓക്കെ, നൗ അക്വയർഡ് ഇമ്മ്യൂണിറ്റി മേ ബി ഐദർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ 2 മാർക്കിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നോ അല്ലെങ്കിൽ നാച്ചുറലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നോ, അങ്ങനെയൊക്കെ 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഓക്കെ, സോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പേരിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവും. ഒന്ന് പാസ് ചെയ്ത് കിട്ടുന്നതാണ്, രണ്ടാമത്തത് ആക്റ്റീവായിട്ട് ബോഡി മെനക്കെട്ടിട്ടുണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോഴും ഒരാൾ ആക്റ്റീവ് ആണെന്ന് എപ്പോഴും പറയാം ആൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ്. വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് അയാൾ ആക്റ്റീവ് നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ല. സ്വന്തമായിട്ട് തോന്നിയിട്ട് ഞാനിത് ചെയ്യണം അത് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് എന്നൊക്കെ പറയാറുള്ളത്. അതുതന്നെയാണ് ഇവിടെയും. ബോഡി സ്വന്തം ഹോസ്റ്റ് എവിടെയാണോ ഇൻഫെക്ഷൻ വരുന്നത് ആ ഹോസ്റ്റ് സെല്ലിൽ സ്വന്തം ബോഡിയിൽ തന്നെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ, ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാനും സമയമെടുക്കും. ഇറ്റ് വിൽ ഡെവലപ്പ് ആൻഡ് ലോസ്റ്റ് വെരി സ്ലോലി. ഡെവലപ്പ് ആവാനും ടൈം എടുക്കും, ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇമ്മ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് പോകാനും സമയമെടുക്കും. സെക്കൻഡ് വൺ ഈസ് പാസീവ് ഇമ്മ്യൂണിറ്റി. പേര് പറയുന്ന പോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി എവിടെയെങ്കിലും ഉണ്ട്, അത് പാസ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ,
ഫ്രം ആൻ ഇമ്മ്യൂൺ ഹോസ്റ്റ് ഓർ പേഴ്സൺ ഓഫ് അല്ലെങ്കിൽ ആനിമൽ, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ഉടനെ തന്നെ അതിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റിജനുമായിട്ട് ആൻറ്റിബോഡി ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി ഇതിലുള്ള ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നാച്ചുറലി അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറലി അക്വേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വേർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓരോ ടേമായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നാച്ചുറലായിട്ട് ആക്റ്റീവായിട്ട് അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിനുള്ള ചാൻസസുകൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരികയാണെന്ന് വിചാരിക്കുക. ആ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മളെ ബോഡി ആ ഇൻഫെക്ഷസ് ഏജൻറ്റിനെതിരെ, ആ ആൻറ്റിജനെതിരെ നമ്മളെ ബോഡിയിൽ തന്നെ ആൻറ്റിബോഡി സിന്തസിസ് ഉണ്ടാക്കുക ആഫ്റ്റർ എ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി രണ്ട് രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ചിലപ്പം ഒന്ന് ഷോർട്ട് ടേം ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, ലോങ് ടേം ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഈ ലോങ് ടേം ഇമ്മ്യൂണിറ്റിക്കുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളെ ചിക്കൻ പോക്സ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. അതൊക്കെ നമ്മളൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്ന സാധനമാണ്. നമുക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ചിക്കൻ പോക്സ് പിന്നെ വരില്ല എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ വന്ന സമയത്ത് നാച്ചുറലായിട്ട് ബോഡി അതിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മളെ ബോഡിയിൽ സിന്തസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത് ഒരു കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ തന്നെ ആ ബോഡിയിലോട്ട് ആ ഒരു ആൻറ്റിജൻ വരുന്ന സമയത്ത് തന്നെ ബോഡി അതിൻ്റെ മെമ്മറി സെല്ലുകൾ യൂസ് ചെയ്തിട്ട് അതിനെതിരെ ആൻറ്റിബോഡി നമ്മളെ ബോഡിയിൽ റെഡിയാണ്. പെട്ടെന്ന് അതിനെ ഡിസീസ് കോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഈസ് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പാകത്തിനുള്ള ഏജൻസികൾ നമ്മളെ ബോഡിയിലിട്ട് കയറിയിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള സമയത്തും നമുക്ക് ആ ഒരു ഡിസീസസിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് സാധാരണഗതിയിൽ ചിൽഡ്രൻ ഇൻ സം ഏരിയ ആർ മോർ റെസിസ്റ്റൻറ്റ് ടുവാർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൈനറായിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ കൂടി ബോഡിയിലേക്ക് ഒരു ആൻറ്റിജനായിട്ടാണ് വരുന്നത്, ബോഡി അതിനെതിരെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്മോളർ നമ്പർ ഓഫ് ആൻറ്റിജൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമ്മ്യൂണിറ്റിനെ. ഓക്കെ, അതാണ് ആഫ്റ്റർ സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ നാച്ചുറലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നൗ സെക്കൻഡ് വൺ ഈസ് ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആർട്ടിഫിഷ്യലി ആണ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്, അക്വയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയായിരിക്കും? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആൻറ്റിജനെ നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് കൊടുക്കുക. നേരത്തെയൊക്കെ നാച്ചുറലായിട്ട് ഇൻഫെക്ഷൻ വന്നതാണ്. അവിടെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള സാധനം വന്നുകൊണ്ടിരിക്കുന്നത് വാക്സിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിജൻ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ, വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്സിൻസ് രണ്ട് രീതിയിലുള്ള വാക്സിൻസുകളുണ്ട്. ടോക്സോയിഡ്സുകളുണ്ട്, സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസുകളുണ്ട്. ടോക്സോയിഡ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ എൻഡോടോക്സിൻസിൻ്റെ ടോക്സിസിറ്റി ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ആൻറ്റിജൻ. ഇതെല്ലാം ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസസുകളാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തതാണ് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇറ്റ് മേ ബി ഐദർ കിൽഡ് ഓർ അറ്റിന്യൂവേറ്റഡ്. കിൽഡ് എന്ന് പറയുന്ന ആ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ട് ആൻറ്റിജൻ കോസിങ് കപ്പാസിറ്റി ഉള്ള സാധനത്തിനെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് അറ്റിന്യൂവേറ്റഡ്, ആ ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. അതാണ് അറ്റിന്യൂവേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഒഫീഷ്യൽ വാക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു പഴയ ക്ലാസിഫിക്കേഷനാണ്, പുതിയ ക്ലാസിഫിക്കേഷൻ അല്ല. എന്നാലും ഒരു കൺവെൻഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടോക്സോയിഡ് ആൻഡ് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം. Examples of toxoid are diphtheria, staphylococcus and tetanus. Suspensions of microorganism can be classified into bacterial suspension, rickettsial suspension and viral suspension. റിക്കറ്റ്സിയൽ കിൽഡ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ടൈഫസ് സസ്പെൻഷൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ബാക്ടീരിയലും വൈറലും നമുക്ക് കിൽഡും അറ്റിന്യൂറ്റഡ് ആയിട്ടും കൊടുക്കാൻ പറ്റും. ബാക്ടീരിയലിൻ്റെ കിൽഡ് വാക്സിൻസുകളാണ് കോളറ വാക്സിൻ, പെർട്ടൂസിസ്, പ്ലാഗ്,
ടാബ് എ ബി ടാബ് ആൻഡ് ടാബ് സി, അതായത് ടൈഫോയിഡ്, പാരാടൈഫോയിഡ് എ ആൻഡ് ബി, ടൈഫോയിഡ്, പാരാടൈഫോയിഡ് എ, ബി ആൻഡ് സി. ഓക്കെ. Now viral vaccine, killed vaccines and examples are influenza, measles, poliomyelitis, rabies vaccine. Now attenuated viral vaccine, measles, poliomyelitis, yellow fever and smallpox. Now coming to naturally acquired passive immunity. അപ്പോൾ നമ്മൾ എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി പാസ് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നാച്ചുറലി പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നാച്ചുറലി അക്വയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഫ്രം മദർ ടു ഫീറ്റസ്. മദർ ടു ഫീറ്റസ് രണ്ട് സമയത്ത് ഈ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഒന്ന് വെൻ ഷീ ഈസ് പ്രഗ്നൻറ്റ്, പ്ലാസൻ്റ വഴി, അതായത് ഗർഭപാത്രത്തിൽ പ്ലാസൻ്റ വഴി കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. അങ്ങനെ കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയിൽ കിട്ടുന്ന ഒരു ആൻറ്റിബോഡിയാണ് IgG എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് ഇമ്മ്യൂണിറ്റി നമ്മളെപ്പോഴും പറയാറുണ്ട്, ന്യൂ ബോൺസിന് എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, എക്സ്പെഷ്യലി കൊളസ്ട്രം കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഫസ്റ്റ് വരുന്ന ഇജക്റ്റ് ചെയ്യുന്ന മിൽക്ക് കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആ കൊളസ്ട്രോത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിബോഡി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അതും നാച്ചുറലായിട്ട് അക്വയർ ചെയ്യുന്നതാണ് ത്രൂ ബ്രസ്റ്റ് മിൽക്ക്. IgA ആൻറ്റിബോഡിയാണ് അവിടെ കിട്ടാറുള്ളത്. ഓക്കെ, നൗ ഇതിൻ്റെയൊക്കെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് വിത്ത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എപ്പോഴും നേരത്തെ പറഞ്ഞു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനും സമയമെടുക്കും, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോസ്റ്റ് ആവാനും സമയമെടുക്കുന്നതാണ്. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി വളരെ ഷോർട്ട് ലാസ്റ്റിംഗ് ആണ്. ഇങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി മദർ ടു ഫീറ്റസ് ത്രൂ ഈവൻ പ്ലാസൻഡ ഓർ ത്രൂ ദ ബ്രസ്റ്റ് മിൽക്ക്, ഇറ്റ് വിൽ ഓൺലി ഗീവ് ഇമ്മ്യൂണിറ്റി അബൌട്ട് 6 months, അപ് ടു 6 months വരെ. ചിക്കൻ ബോക്സ്, മീസൽസ്, ഡിഫ്തീരിയ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ കിട്ടിയിട്ടുള്ള മദറിന് കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി 6 months വരെയാണ് സാധാരണഗതിയിൽ ന്യൂ ബോൺസിന് ഈ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുക. ഓക്കെ, നൗ ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യലായിട്ട് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഫ്രം ആൻ ഹ്യൂമൻ or from an animal. Okay, ഇങ്ങനെയുള്ള സമയത്താണ് ഷോർട്ട് ടേം ഇമ്മ്യൂണൈസേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് റെഡിമെയ്ഡ് ആൻറ്റിബോഡി. ഓൾറെഡി വേറൊരു അനിമലിൻ്റെ മുകളിലോ വേറൊരു ഹ്യൂമൻ്റെ മുകളിലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡി ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാധാരണഗതിയിൽ യൂസ് ചെയ്യുക ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി കണ്ടീഷൻസിലാണ്, അല്ലെങ്കിൽ പോയിസണിങ് വരുന്ന സമയത്ത്, സിവിയർ ടൈപ്പ് ഓഫ് അക്യൂട്ട് ഇൻഫെക്ഷൻസുകളൊക്കെ വരുന്ന സമയത്ത് ബോഡിക്ക് ആൻറ്റിബോഡി സിന്തസിസ് ചെയ്യാൻ ടൈം കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ കപ്പാസിറ്റി ഇല്ലാത്തൊരവസ്ഥ, ആ സമയത്ത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒന്നിക്കെ ആ ഒരു ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെഫിഷ്യൻ്റ് ആണ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആൻറ്റിബോഡി സിന്തസിസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാതായി, അതല്ലെങ്കിൽ ഓൾറെഡി സിവിയർ അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വന്നു, ഇനി ആൻറ്റിബോഡി ഉണ്ടായി വന്നിട്ട് അതിനെതിരെ റെസിസ്റ്റൻസ് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ പേഷ്യൻ്റ് കുറച്ചും കൂടി സിവിയർ കണ്ടീഷൻസിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ്. നേരത്തെ നമ്മൾ ആൻറ്റിജൻ കണ്ടെയ്നിങ് പ്രൊഡക്റ്റിന് നമ്മൾ പറഞ്ഞത് വാക്സിൻ എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇവിടെ ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസിനെ പറയുന്നതാണ് സെറ, ആൻറ്റിസെറ, ഇമ്മ്യൂൺ സെറ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെതിരെയുള്ള സെറത്തിനെയാണ് നമ്മൾ ആൻറ്റിടോക്സിക് സെറ എന്ന് പറഞ്ഞ്. നമ്മൾ നേരത്തെ ടോക്സോയിഡ് പറഞ്ഞു അല്ലേ, ടോക്സിൻ വന്നതുകൊണ്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിനെതിരെയുള്ള ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസിനാണ് ആൻറ്റിടോക്സിക് സെറ എന്ന് പറയുന്നത്. എൻഡോക്സോടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൻറ്റിബോഡി ഉള്ള പ്രിപ്പറേഷൻസിനെയാണ് ആൻറ്റിടോക്സിൻ സെറ എന്ന് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ സെറ കണ്ടെയ്നിങ് ആൻറ്റിബോഡി ദാറ്റ് കോമ്പാക്ട് എൻഡോടോക്സിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, ആൻഡ് ആൻറ്റിവൈറൽ സെറ ദാറ്റ് കണ്ടെയ്നിങ് ആൻറ്റിബോഡി ദാറ്റ് കോമ്പാക്ട് വൈറസിനെ കില്ല് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനങ്ങൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്. നാച്ചുറലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നോ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഡയറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ തന്നിട്ടുള്ളത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി
അവിടെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെയാണ്, ഹോസ്റ്റ് സെല്ല് തന്നെയാണ് അവിടെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് സെല്ലിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വേറൊരു സ്ഥലത്ത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പാസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ സാധാരണഗതി ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവും. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ അങ്ങനെയൊന്നുമില്ല. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ഒരു ആൻറ്റിജൻ വന്നതുകൊണ്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ഹ്യൂമറൽ റെസ്പോൺസും സെൽ മീഡിയേറ്റഡ് റെസ്പോൺസും ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അടുത്ത ടോപ്പിക്കിലായിട്ട്. പാസീവ് ഇമ്മ്യൂണിറ്റിയിലാണെങ്കിൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡിയാണ് ഉണ്ടാവുന്നത്, പുറത്തുനിന്ന് സിന്തസിസ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റിബോഡി കിട്ടുന്നതാണ്. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് ബൈ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വഴിയാണ് കിട്ടാറുള്ളത്. പാസീവ് ഇമ്മ്യൂണിറ്റി നാച്ചുറലായിട്ട് ത്രൂ പ്ലാസൻ്റ വഴിയാണ് കിട്ടാറുള്ളത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യലായിട്ട് വാക്സിനേഷൻ വഴിയാണ് കിട്ടാറുള്ളത്. പാസീവ് ഇമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യലായിട്ട് ഇഞ്ചക്ഷൻ ഓഫ് ആൻറ്റിബോഡി യൂസ് ചെയ്തിട്ടാണ് കിട്ടാറുള്ളത്. Now another important difference is there is a lag period in active immunity. അതായത് ഒരു ആളുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ കയറിക്കഴിഞ്ഞ് കുറച്ച് സമയം വരെ ആളുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ആൻറ്റിബോഡി സിന്തസിസ് ഒന്നും ഉണ്ടാവില്ല. ഒരു സീറോ ആൻറ്റിബോഡി ടൈറ്റുള്ള ഒരു സമയം ഉണ്ടാവും. കാരണം ബോഡിയിൽ ആ ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്ത് ആൻറ്റിജനാണ്, ഈ ആൻറ്റിജനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഒരു സമയം വേണം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി റെഡിമെയ്ഡ് ആൻറ്റിബോഡിയാണ് കൊടുക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈം അവിടെ ഇല്ല. ഓക്കെ, എഫക്റ്റീവ് ഓൺലി ആഫ്റ്റർ ലാഗ് പീരിയഡ്. നമ്മളൊരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാലും ഒരു സ്പെസിഫിക് ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ കൊടുത്ത ഉടനെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. ലോങ് ലാസ്റ്റിംഗ് ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, ഷോർട്ട് ലാസ്റ്റിംഗ് ആണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഓഫർ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് മൈക്രോ ഓർഗാനിസം, ലെസ് എഫിഷ്യൻറ്റ് ഇൻ ഓഫറിംഗ് പ്രൊട്ടക്ഷൻ. There is an immunological memory present in active immunity. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കൊടുത്ത ഒരാൾക്ക്, ഒരു വാക്സിൻ കൊടുത്ത ഒരാൾക്ക് രണ്ടാമത് ആ ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ആ ആൻറ്റിജൻ വീണ്ടും വരുമ്പോൾ അതിനെതിരെ പെട്ടെന്ന് ബോഡിക്ക് പ്രതികരിക്കാൻ പറ്റും, ബിക്കോസ് ഓഫ് ദെയർ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്. നൗ നോൺ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി, നോ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി ഇൻ കേസ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. ദെൻ നൗ ദർ ഈസ് എ നെഗറ്റീവ് ഫേസ്. നെഗറ്റീവ് ഫേസ് എന്ന് പറയുന്ന സമയത്ത് ആൻറ്റിബോഡി ഉണ്ടായി അത് ഇല്ലാതാവുന്ന സമയം അതങ്ങനെ വളരെ ഒരു കുറഞ്ഞ സമയമുണ്ട്. ദർ ഈസ് നോ നെഗറ്റീവ് ഫേസ് ഇൻ പാസീവ് ഇമ്മ്യൂണിറ്റി. ഇനി ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫർദർ ആയിട്ട് ഒരു സെക്കൻഡ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഇല്ല. No effect in immunodeficient host, applicable only in immunodeficient host. No inheritance of immunity may be occurred from the mother. So this is the difference between active immunity and passive immunity. Okay. Now ആൻറ്റിജൻ കണ്ടെയ്നിങ് പ്രിപ്പറേഷനും ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. പേര് പറയുന്ന പോലെ തന്നെ ആൻറ്റിജൻ കണ്ടെയ്നിങ് പ്രിപ്പറേഷൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ആൻറ്റിബോഡി മീഡിയേറ്റഡ് അല്ലെങ്കിൽ ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻ പാസീവ് ഇമ്മ്യൂണിറ്റിനെ ഉണ്ടാക്കുന്നതാണ്. പേഷ്യൻ്റാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ പേഷ്യൻ്റ് റിസീവ് ചെയ്യുകയാണ്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് സ്ലോലി, ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ്ഡ് ക്വിക്ക്ലി, ലാസ്റ്റിംഗ് എഫക്റ്റ്, ടെമ്പററി എഫക്റ്റ്. ലോങ് ടേം പ്രൊഫൈലാക്സിസിന് വേണ്ടിയിട്ടാണ് ആൻറ്റിജൻ പ്രിപ്പറേഷൻസുകൾ യൂസ് ചെയ്യാറുള്ളത്. ഷോർട്ട് ടേം പ്രൊഫൈലാക്സിസിനും തെറാപ്യൂട്ടിക് എഫക്റ്റിനും വേണ്ടി മാത്രമാണ് ആൻറ്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസുകൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നൗ ദർ ആർ സം അതർ ടേംസ്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് ടേമാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്ന സമയത്ത് ഒരു ലാർജ് പോപ്പുലേഷന് അതിനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു പോപ്പുലേഷന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ പ്രൊട്ടക്ഷൻ അക്കംപ്ലിഷ്ഡ് ബൈ എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് or by vaccination for a portion of the population. It will minimize the spread of disease by restricting number of potential hosts for the respective pathogen. So that is the herd immunity. And another term is local immunity. It is the local immunity is limited to given area or tissue of the body. ചില സമയത്ത് ചില ഓർഗൻസിന് മാത്രം കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് ഈ ലോക്കൽ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഇത് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്മ്യൂണിറ്റി ചോദിക്കാറുണ്ട്, ക്ലാസിഫൈ ഇമ്മ്യൂണിറ്റി ചോദിക്കാറുണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പാസീവ് ഇമ്മ്യൂണിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ആ 4 ക്ലാസിഫിക്കേഷൻ, നാച്ചുറലി അക്വയർഡ്, ആർട്ടിഫിഷ്യലി അക്വയർഡ്, ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഷോർട്ട് നോട്ടായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇമ്മ്യൂണിറ്റി
എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ.